മദ്യശാലകൾക്ക് അനുമതി നൽകാനുള്ള അവകാശം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റിയത് മദ്യം ഒഴുക്കാനാണോ? ശ്രീ എം നൌഷാദ് MLA, മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. ഈ മാസം 30-ന് മുമ്പ് മദ്യനയം പ്രഖ്യാപിച്ചേക്കാം. ഇതിനു മുൻപ് എന്തിനാണ് തിരക്കിട്ട് ഇത്തരമൊരു ഓർഡിനൻസ് കൊണ്ടുവന്നത്? മദ്യശാലകൾക്ക് അനുമതി നൽകാനുള്ള അവകാശം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട്. അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്ന അവകാശം എടുത്തു കളഞ്ഞതിൽ വല്ലാത്ത ദുഃഖവും ചർച്ചയൊക്കെ രേഖപ്പെടുത്തുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റിക്കൊക്കെ അധികാരം കൈമാറുന്നത് എങ്ങനെയാണ്? എളുപ്പത്തിൽ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ മദ്യത്തിൻ്റെ ലൈസൻസ് പോലുള്ളൊരു കാര്യം എളുപ്പത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സർക്കാരിലേക്ക് മാറ്റിയത്. അതിന് ഈ തരത്തിലുള്ള ചർച്ച നടത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇന്നലെ വരെ നമ്മളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അധികാരങ്ങളെല്ലാം താഴെത്തട്ടിലേക്ക് കൊടുക്കണം, എങ്കിലേ ജനങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയൂ എന്നാണ്. അപ്പോൾ മദ്യം പോലുള്ളൊരു കാര്യത്തിൽ അങ്ങനെ പഞ്ചായത്തുകൾ എടുക്കേണ്ടതല്ല, നയപരമായ ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് നേടുന്നതാണോ എളുപ്പം, സർക്കാരിൽ നിന്ന് ലൈസൻസ് നേടുന്നതാണോ എളുപ്പം? അപ്പോൾ അതിനെ അങ്ങനെ കാണുന്നതിന് പകരം മറ്റൊരു തരത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീ എം നൌഷാദ്, ഞാനൊന്ന് ഇടപെട്ട ഒരു കാര്യം, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ എളുപ്പം എന്ന് പറയുമ്പോൾ ആർക്ക് എളുപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിലവിൽ 700ഓളം ബിയർ ആൻഡ് വൈൻ പാർലറുകളുണ്ട് സംസ്ഥാനത്ത്. ഇതിൽ അടുത്ത കാലത്തുണ്ടായ ഡിസംബറിൽ വന്ന സുപ്രീം കോടതി ഉത്തരവ്, ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യവിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൂടി കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 532 ബിയർ വൈൻ പാർലറുകൾ പൂട്ടിപ്പോയി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഒരു 53 എണ്ണത്തിന് കൂടി അനുമതി കിട്ടി തുറക്കുന്നതിന് വേണ്ടി. എങ്ങനെ വന്നാലും 460ഓളം ബിയർ വൈൻ പാർലറുകൾ ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. അതേസമയം ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ നോക്കുകയാണെങ്കിൽ അന്ന് അടച്ചു പൂട്ടേണ്ടി വന്നത് 137 എണ്ണമാണ്. ഡിസംബറിൽ അടച്ചു പൂട്ടേണ്ടി വന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് താൽക്കാലികമായിട്ട് 22 ചില്ലറ മദ്യവിൽപ്പനശാലകൾ തുറക്കുവാനും കഴിയും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 140ഓളം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ. ഇവയിൽ എളുപ്പത്തിൽ കിട്ടുക എന്ന് പറയുമ്പോൾ മദ്യ മുതലാളിമാർക്കല്ലേ എളുപ്പത്തിൽ ഇങ്ങനെ അനുമതി കിട്ടാനും ബാക്കിയുള്ളത്? 450ഓളം ആളുകളാണ് ഇങ്ങനെ അനുമതി കാത്ത് കിടക്കേണ്ടി വരിക. 450ഓളം ആളുകളാണ് ഇങ്ങനെ അനുമതി കാത്ത് കിടക്കേണ്ടി വരിക. നിലവിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഇറക്കിയ ഈ ഉത്തരവിൽ അപേക്ഷ കൊടുത്ത് 1 മാസത്തിനകം തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോടതിയിൽ പോയാൽ അവർക്ക് അപ്പോഴേ അനുമതി ലഭിക്കും. ഈ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഈ നിയമം പാസ്സാക്കിയതിന് ശേഷം 221 ബാറുകൾക്കും 89 ബിയർ വൈൻ പാർലറുകൾക്കും ലൈസൻസ് നൽകിയിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന സുധീരൻ ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അത് നമ്മളെന്താ മറക്കുന്നത്? ഈ ഗവൺമെൻറ്റിന് വളരെ കൃത്യമായ മദ്യനയമുണ്ട്. 30-ാം തീയതി അത് പ്രഖ്യാപിക്കും. ഇവിടെ ജനങ്ങളെ മദ്യപാന ശീലത്തിൽ നിന്നും മോചിപ്പിക്കുക, അതാണ് ഏറ്റവും പരമപ്രധാനം. നമുക്ക് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റെടുത്തിരുത്തിക്കുന്ന നാളത്തെ നവകേരള സൃഷ്ടിക്കായി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വിവിധ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഹരിത കേരളം, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, അതുപോലെ തന്നെ ലൈഫ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മദ്യത്തിൽ നിന്നുള്ള മോചനം. അതിനാണ് വിമുക്തി എന്ന മിഷൻ രൂപീകരിച്ചുകൊണ്ട് അനുപമ IASനെ അതിൻ്റെ ഡയറക്ടറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നൌഷാദ് ആദ്യം ചോദിച്ച ചോദ്യം, ഈ 450ഓളം വരുന്ന ബിയർ ആൻഡ് വൈൻ പാർലറുകൾ പൂട്ടിക്കിടക്കുന്നു, അവയ്ക്ക് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള അനുമതി കിട്ടേണ്ടത് ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു. അവയ്ക്ക് കിട്ടുവാനുള്ള സാധ്യത കുറവാണ്. ജനകീയ പ്രക്ഷോഭം പലയിടത്തും ഉണ്ടാവും. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ദേശീയ സംസ്ഥാന പാതയോരത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മാറ്റിയപ്പോൾ ആ അനുഭവം നമ്മൾ കണ്ടതാണ്. അതേ അനുഭവം ബാറുകളുടെ കാര്യത്തിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ 460 പേർക്ക് വേണ്ടി വാദിക്കുന്നത്? ഈ ലഹരി മുക്തിയും ഒക്കെയുള്ള
അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ നിങ്ങളിപ്പോൾ പറയുമ്പോൾ എത്ര ബിയർ പാർലറുകൾക്കാണ് അല്ലെങ്കിൽ ബാർ ലൈസൻസിനാണ് പഞ്ചായത്തുകൾ അനുമതി നിഷേധിച്ചത്? ഇത് അങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ളത് വളരെ ചുരുക്കം മാത്രമാണ്. പിന്നെ നിലവിലെ ഈ ഗവൺമെൻറ് മദ്യനയം ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി, മുമ്പൊന്നുമില്ലാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി പ്രകടന പത്രികയിൽ ഞങ്ങളെ മദ്യനയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മദ്യം നിരോധിച്ചുകൊണ്ട് ഈ ജനതയെ മോചിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മതമേലധ്യക്ഷന്മാരും എല്ലാ മതങ്ങളും ഈ സ്വാഭാവികമായിട്ടും മദ്യപാനത്തിനെതിരായിട്ടാണ് വർത്തമാനം പറയുന്നത്. പക്ഷേ അത് കഴിയുന്നില്ലല്ലോ. അപ്പം മദ്യപാനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്താണ്, പക്ഷേ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യവുമാണ്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഈ ജനതയെ ഇതിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ സാക്ഷരതാ യജ്ഞം നടത്തി അല്ലേ? അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയാം, എയ്ഡ്സിനെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിൽ നിന്നും ഇപ്പം നമ്മുടെ ജനത മദ്യവർജനം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മദ്യത്തിന്റെ ലഭ്യത കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യമില്ലേ? അവിടെയാണ് ഈ 450 ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ എളുപ്പ വഴി കണ്ടെത്തി കൊടുക്കുന്നത് സർക്കാർ. അത് നേരിട്ട് എക്സൈസ് വകുപ്പിന്റെ അനുമതി മാത്രം മതി എന്ന രീതിയിൽ. അത് മാത്രമല്ല, ഇനി മദ്യനയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. താങ്കൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ ഈ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ മദ്യനയത്തിൽ ഏത് രീതിയിലാണ് പ്രത്യക്ഷപ്പെടുക എന്ന്. അതേ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. സംശയിക്കുന്ന ഒരു ഘടകം അവിടെ ഉണ്ടല്ലോ. ശ്രീ ടി.എൻ. പ്രതാപൻ, ഇതേ രീതിയിൽ തന്നെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ മദ്യനയത്തിൽ തുടരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ രൂപം മാറ്റി പഴയ രീതിയിലുള്ള വീര്യം കൂടിയ മദ്യം നൽകുന്ന ബാറുകളായി പരിണമിക്കും എന്നാണോ സംശയം ഉയരുന്നത്? അതുകൊണ്ടാണ് ഇങ്ങനെ സർക്കാർ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഒരു അനുമതിക്കുള്ള അധികാരം എടുത്തുമാറ്റി അത് എക്സൈസ് വകുപ്പിന് നൽകുന്നത്. മഞ്ജുഷ, യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ മദ്യക്കച്ചവടക്കാരുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ പിന്നാമ്പുറ ധാരണയുടെ ഒരു തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും നടപടികൾ. മദ്യനയം പ്രഖ്യാപിക്കാൻ വേണ്ടി പോണതിന് മുന്നോടിയായി പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന, ലോക്കൽ ബോഡീസിനുണ്ടായിരുന്ന അധികാരം പൂർണ്ണമായും ഓർഡിനൻസിലൂടെ പിൻവലിച്ചിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. നിയമസഭയിൽ അത് കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന നിയമസഭയ്ക്കകത്ത് എതിർപ്പും ബഹുജന പ്രക്ഷോഭവും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി നിയമസഭ ചേരുന്നതിന് വേണ്ടി മാസങ്ങൾ നിരവധി ഉള്ളതുകൊണ്ട് നിയമസഭ കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഈ ഓർഡിനൻസിൻ്റെ ഉദ്ദേശം വരാൻ പോകുന്ന മദ്യനയത്തിൽ യാതൊരു സംശയവും മഞ്ജുഷ ഉൾപ്പെടെ മാതൃഭൂമി പ്രേക്ഷകർക്ക് വേണ്ട, 3 സ്റ്റാറിന് മുകളിലുള്ള എല്ലാ ബാറുകളും ഇവർ തുറന്നു കൊടുക്കും. അതിന് പിന്നെ എതിർപ്പ് നേരത്തെയുള്ള നിയമപ്രകാരമാണെങ്കിൽ ലോക്കൽ ബോഡീസിൻ്റെ NOC വേണം. ലോക്കൽ ബോഡീസിൻ്റെ NOC ഈ കൊടുക്കാൻ UDFൻ്റെ ഒരു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കൊടുക്കില്ല. ചില സ്ഥലത്ത് കൊടുത്തെടുത്ത് തന്നെ അവരുടെ പേരിൽ നടപടിയെടുത്തു. ലീഗ് നടപടിയെടുത്തു, കോൺഗ്രസ് നടപടിയെടുത്തു. ആ കൊടുത്ത സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പേരിൽ കോൺഗ്രസ് നടപടിയെടുത്തു, ലീഗും നടപടിയെടുത്തു. പിന്നെ പല സ്ഥലത്തും LDFൻ്റെ ആളുകളും കൊടുത്തില്ല. കാരണം ഈ NOC കൊടുത്താൽ നാട്ടിലിറങ്ങാൻ കഴിയില്ല. കോർപ്പറേഷൻ കൗൺസിലർക്കോ കോർപ്പറേഷൻ മേയർക്കോ മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പർക്കുമൊക്കെ അവർ NOC കൊടുത്ത് അവിടെ ഒരു കള്ള് ഷാപ്പോ ബിയറോ അല്ലെങ്കിൽ വീര്യം കൂടി വിദേശ മദ്യ ഷാപ്പോ വന്നാൽ അതിന് സ്വാഭാവികമായും ജനങ്ങൾ മുമ്പിൽ അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണ്. ശ്രീ നൗഷാദ് ആദ്യം പറഞ്ഞിരുന്നു, ശ്രീ ടി.എൻ. പ്രതാപൻ അവിടെ നൗഷാദ് ഈ വാദത്തെ ഖണ്ഡിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2013 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം വീണ്ടും നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാർ. അതിനുശേഷം 31 ബാറുകൾ, 81 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ. 31 അല്ലേ ശ്രീ നൗഷാദ്? 31 ബാറുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അനുമതി കൊടുത്തു. 21 ബാറുകൾ, 21 ബാറുകൾ, 81 ബാറുകൾ, 89 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുമതി കിട്ടിയിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ. മഞ്ജുഷെ, UDF ഭരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഒരു ലീഗ് പിന്നെ UDFൻ്റെ 2 സ്ഥാപനങ്ങളാണ് ഇതുപോലെ NOC കൊടുക്കുന്നതിന് നോ ഒബ്ജക്ഷൻ കൊടുത്തത്. ആ സ്ഥാപനങ്ങളുടെ പേരിൽ നടപടിയെടുത്തു. KPCC നടപടിയെടുത്തു, മുസ്ലിം ലീഗ് നടപടിയെടുത്തു. ഇതല്ലാതെ ഞങ്ങൾ ഭരിക്കുന്ന ഒരു സ്ഥാപനം NOC കൊടുക്കില്ല.
ഞങ്ങൾ KPCC കർശനമായി ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അല്ല, അത് ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കെതിരായ ജനകീയ പ്രക്ഷോഭം, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനെതിരായി ജനകീയ പ്രക്ഷോഭം ഉണ്ടായ സമയത്താണ് KPCCയിൽ നിന്ന് ഇങ്ങനെ ഒരു നടപടി തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായത്. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അനുമതി കൊടുത്തതിനെതിരെ KPCCയിൽ നിന്ന് പ്രതിഷേധമുണ്ടായത്. അത് ഈ സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തെ ഡിസംബറിലെ വിധിക്ക് ശേഷമാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് തുനിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് പ്രതിഷേധമുണ്ടായ സമയത്ത്. അതുമാത്രമല്ല മഞ്ജുഷേ, ഞങ്ങൾ നേരത്തെ തന്നെ നയപരമായ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ ഗവൺമെൻറ്റാണ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായി വന്ന ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് ലോക്കൽ ബോഡീസിന് ഈ അധികാരം കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന LDF ഗവൺമെൻറ് അത് പിൻവലിച്ചു. ഞങ്ങളന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് വീണ്ടും വന്ന UDF ഗവൺമെൻറ് അത് പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ LDF ഗവൺമെൻറ് വീണ്ടും അത് പിൻവലിച്ചു. ഞങ്ങൾ ഏത് കാലത്തും ലോക്കൽ ബോഡീസിന് അനുമതിയില്ലാതെ, പ്രത്യേകിച്ചും ലോക്കൽ 2001-2006 ഭിന്നമായിരുന്നു. AK ആന്റണി 1996 കൊണ്ടുവന്നു ചാരായ നിരോധനത്തോട് ഒപ്പം തന്നെ. അതിനുശേഷം EK നായനാർ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരുന്ന അനുമതി എടുത്തു മാറ്റി. പക്ഷേ 2001-2006 അത് പുനഃസ്ഥാപിക്കുവാൻ AK ആന്റണി സർക്കാരോ ഉമ്മൻചാണ്ടി സർക്കാരോ തയ്യാറായില്ല. 2006 VS സർക്കാർ അത് തന്നെ തുടർന്നു. 2013 ആ കാര്യം ഓർമ്മിപ്പിക്കണോ? അവിടെ അഭിപ്രായ ഭിന്നതയുണ്ടായി. കടുത്ത നിലപാട് താങ്കളെ പോലുള്ളവർ നിയമസഭയ്ക്കുള്ളിൽ എടുത്തു. പക്ഷേ അന്നത്തെ എക്സൈസ് മന്ത്രി K. ബാബു എന്ത് നിലപാടാണ് നിയമസഭയിൽ എടുത്തത്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മദ്യശാലകൾ തുടങ്ങുവാൻ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അഴിമതി ഉണ്ടാകുമെന്ന നിലപാടായിരുന്നു എക്സൈസ് മന്ത്രി എടുത്തത്. അതിനെതിരെ താങ്കളെ പോലുള്ളവർ പരസ്യമായി നിയമസഭയിൽ രംഗത്ത് വന്നതാണല്ലോ. അക്കാര്യം മറന്നുപോയോ ശ്രീ TN പ്രതാപൻ? മഞ്ജുഷ, യാതൊരു സംശയം വേണ്ട. K. ബാബു എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആ ക്യാബിനറ്റും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ലോക്കൽ ബോഡീസിന് അധികാരം കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. അതിലൊരു തർക്കവും വേണ്ട. അതിനകത്ത് ഞങ്ങൾ യോജിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ തീരുമാനം. ഞങ്ങൾക്കത് സാമൂഹിക പ്രതിബദ്ധതയോടു കൂടിയ തീരുമാനമാണ്. പാർട്ടിയും ആ തീരുമാനത്തിന് പരിപൂർണമായ പിന്തുണയും കൊടുക്കുകയുണ്ടായി. നമുക്ക് അത്ഭുതപ്പെടുന്ന കാര്യം മഞ്ജുഷ്, KT ജലീലാണ് തദ്ദേശ വകുപ്പ് മന്ത്രി. വിശുദ്ധ റമദാൻ മാസമാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ സത്യവിശ്വാസികളെല്ലാവരും നോമ്പെടുത്ത് പൂർണ്ണമായും പ്രാർത്ഥനയും ഇതെല്ലാം ഒഴുകുമ്പോൾ ഇസ്ലാമിനുൾപ്പെടെ ഹറാമായ ഒരു കാര്യം, ആ മദ്യം വ്യാപകമായി കൊടുക്കുന്നതിന് വേണ്ടി KT ജലീലിനെ പോലെ ഉള്ള ഒരാൾ, അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കെ അങ്ങനെ ഒരു നിയന്ത്രണത്തിന് വേണ്ടി കൊണ്ടുവന്നത് ഓർഡിനൻസിലൂടെ പിൻവലിക്കാൻ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് അത് ഗവർണർ കൊണ്ട് ഒപ്പിടിച്ചു എന്ന് പറയുമ്പോൾ ബഹുമാനായ KT ജലീലിൻ്റെ സത്യവിശ്വാസവും അദ്ദേഹത്തിന്റെ ഇതിലുള്ള നിലപാടും സ്വാഭാവികമായും വിമർശന വിധേയമാണെന്ന് കൂടി വളരെ വിനയത്തോടു കൂടി പറയട്ടെ. പക്ഷേ ശ്രീ TN പ്രതാപൻ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് താങ്കൾ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയുണ്ടായി. 2013 സാഹചര്യവും ഇത് തന്നെയായിരുന്നു. താങ്കളെ പോലുള്ളവരുടെ പ്രതിഷേധം കാരണം മാത്രമാണ് തിരിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം കിട്ടിയത്. അന്ന് എന്തായാലും UDF സർക്കാരിലെ ഭൂരിഭാഗം ആളുകളും എതിർപ്പ് തന്നെയായിരുന്നു. UDFൽ എതിർപ്പ് തന്നെയായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം കൊടുക്കുന്നത്. താങ്കൾ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഫാദർ TJ ആന്റണി, എന്തുകൊണ്ടാണ് ഇന്ന് ഗവർണറെയും മുഖ്യമന്ത്രിയെയും കാണേണ്ട സാഹചര്യം സഭാ മേലധ്യക്ഷന്മാർക്കുണ്ടായത്? KCBC എന്താണ് സംശയിക്കുന്നത്? സർക്കാർ വഞ്ചിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇവിടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതാത് പ്രദേശത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാദേശിക വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഭരണ സംവിധാനത്തെ സുഗമമാക്കുവാനുള്ള സംവിധാനങ്ങളാണ്. എന്നാൽ അതിൻ്റെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഇവിടെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഭരണാധികാരികൾ പോകുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ്. തീർച്ചയായും മദ്യലോബിക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഇവിടുത്തെ നയങ്ങളും നിയമങ്ങളും മുൻകാല ചെയ്തികളുമൊക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് LDF നേതൃത്വം കൊടുത്തിട്ടുള്ള സർക്കാരുകളെന്ന മുൻകാല ചരിത്രം അനുഭവമാണ്. കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് തന്നെ നമുക്കറിയാം 147 പുതിയ ബാറുകൾ, 37 പുതിയ ബെപ്കോ ഔട്ട്ലെറ്റുകൾ, 1600 പുതിയ കള്ള് ഷാപ്പുകൾ, ഇതൊക്കെ തുടങ്ങിയ ഒരു കരിപുരണ്ട ചരിത്രം അവർക്ക് ഈ മദ്യവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളും അതിൻ്റെ പിന്നാലെ തന്നെയാണ് എന്ന ഒരു പ്രതീതി തന്നെ 1-ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സർക്കാരിൻ്റെ നേട്ടമല്ല, അപമാനമാണ്. അത്
ഈ ജനാധിപത്യ കേരളത്തിന് യോജിച്ചതല്ല. കാരണം ജനാധിപത്യപരമായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം കവർന്നെടുത്തുകൊണ്ട് ഞങ്ങളിതെല്ലാം ചെയ്തു കൊള്ളാം, നിങ്ങൾ കൈ കൊണ്ട് നോക്കിയത് മാത്രമെന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മദ്യശാലകൾക്ക് മാത്രമല്ല, ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങാൻ, ആശുപത്രി തുടങ്ങാൻ, സ്കൂൾ